ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രവിയേട്ടനെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ ചിലവാകുമെന്ന് സച്ചി അറിയുമ്പോൾ ചന്ദ്രമതി പറയണം, നീ എങ്ങനെയെങ്കിലും പോയിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ആധാരം മേടിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ മനസ്സോട് കൂടി സച്ചി രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രേവതിയുടെ വീട് വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നീട് സച്ചി നേരെ പോണ ഫൈനാൻസുകാരൻ്റെ അടുത്താണ്. ഫൈനാൻസുകാരനോട് വന്നിട്ട് സച്ചി കൈ കൂപ്പിയിട്ട് പറയുന്നു, സാർ എൻ്റെ അച്ഛന് തീരെ സുഖമില്ല, ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യണം, 4 ലക്ഷം രൂപ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സാർ കാശ് തരണമെന്ന് പറയുമ്പോൾ ഞാൻ എവിടെ നിന്ന് എടുത്ത് കാശ് തരാനാണ്, ഉള്ള കാശ് നീ അടച്ചിട്ടില്ലേ, പിന്നെ എങ്ങനെ നിനക്ക് കാശ് തരാം, നിന്നെപ്പോലെയുള്ളവന്മാർക്കൊക്കെ വിശ്വസിച്ച് കാശ് തന്നു കഴിഞ്ഞാലേ തിരിച്ചടക്കില്ല എന്ന് പറയുന്നു. സാർ ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം സാർ എന്ന് പറയാം. വേണ്ട ഇതിലും നിൻ്റെ അച്ഛൻ ചാവണം നല്ലതെന്ന് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി നീ എന്താണോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അയാളെ കഴുത്തിന് പിടിച്ചിട്ട് കുറേ അടിക്കാനുണ്ട്. അപ്പോഴേക്കും ഫൈനാൻസുകാരൻ്റെ ഗുണ്ടകളൊക്കെ വന്നിട്ട് സച്ചിനെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോഴേക്കും സച്ചി അവരൊക്കെ അടിച്ച് വീഴ്ത്താണ്. അപ്പോൾ ഫൈനാൻസുകാരൻ പറയുന്നത്, വേണ്ട സച്ചി ഞാൻ നിനക്ക് വേണമെങ്കിൽ കാശ് തന്നേക്കാം, അവരൊന്നും ഉപദ്രവിക്കല്ലോ പ്ലീസ് എന്ന് പറയുന്നത്. നിൻ്റെ കാശും വേണ്ട, നിൻ്റെ ഒരു മണ്ണംകട്ടിയും വേണ്ടെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയം രേവതിയുടെ അമ്മയും രവിയേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും വഴിപാടുകളായിട്ട് ഇങ്ങനെ നടക്കാനാട്ടോ സുഹൃത്തുക്കളെ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.